പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും വലിയൊരു മുഖാന്തരമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുവാൻ ഉള്ള ഒരു ചാനലാണ്, ഒരു വഴിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. പ്രാർത്ഥന ഏതെല്ലാം തരത്തിൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാണുവാൻ സാധിക്കും. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയാണ് തൈലം പൂശിയുള്ള, എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. സഭയിൽ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു മുഖാന്തരമാണ് തൈലം പൂശിയുള്ള അല്ലെങ്കിൽ എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. സഭയിൽ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇതൊരു കൂദാശയായിട്ട് സഭ ഇതിനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. തൈലാഭിഷേകം വിശുദ്ധ കൂദാശയാണ്. അത് ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വഴിയാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: നിങ്ങളിൽ ഒരുവൻ ക്ലേശം അനുഭവിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, സന്തോഷിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം പാടട്ടെ, രോഗിയായിരിക്കുന്നവെങ്കിൽ സഭയിലെ കശീശന്മാരെ വിളിക്കട്ടെ, അവർ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള കൃപ, അനുഗ്രഹം പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സന്ദേശമാണിത്. രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേക ശുശ്രൂഷ, ഇതിനെ പല രീതിയിലും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്ന് ചിലരെങ്കിലും ഇതിനെ ഒരു അന്ത്യ കൂദാശയായിട്ട് പലരും ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് നൽകുന്ന അവസാനത്തെ ഒരു കൂദാശയായിട്ട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയായിട്ട് പലരും ഇതിനെ കാണുകയും അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയുക, ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സമയത്തും സ്വീകരിക്കുവാൻ സഭ കൽപ്പിച്ചിരിക്കുന്ന, അനുവദിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ കൂദാശയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേക ശുശ്രൂഷ. ഇത് ഒരു വ്യക്തി ഏത് പ്രായത്തിലോ ഏത് സമയത്തോ രോഗിയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വീകരിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന ഒരു കൂദാശയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേക കൂദാശ. എന്നാൽ പലരും ഇതിനെ തെറ്റായി ചിത്രീകരിക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ തെറ്റായി മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത് ഇത് രോഗസൗഖ്യത്തിനുള്ള ശുശ്രൂഷയാണ്. പലപ്പോഴും ഈ തെറ്റിദ്ധാരണ ഇന്ന് ദൈവവചനത്തിലൂടെ അനേകം വ്യക്തികളിലേക്ക് അത് മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് ഏത് പ്രായത്തുള്ളവർക്കും ഏത് രോഗികൾക്കും ഏത് സമയത്തും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കൂദാശയായിട്ട് പലരും ഇതിനെ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ ഈ ഒരു കൂദാശ നടത്തപ്പെടുമ്പോൾ അനേകം രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങളിൽ ഒരുവൻ ക്ലേശം അനുഭവിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കട്ടെ, രോഗികളായിരിക്കുന്നുവെങ്കിൽ സഭയിലെ കശീശന്മാരെ വിളിക്കട്ടെ, സഭയിലെ മൂപ്പന്മാരെ, സഭയിലെ കശീശന്മാരെ, അഭിഷിക്തന്മാരെ വിളിക്കട്ടെ. വീണ്ടും വചനം പറയുന്നു: അവർ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ഒരു രോഗിയുടെ മേൽ തൈലം പൂശി, എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്.
വചനം പറയുന്നു, വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. ഏതെല്ലാം തലത്തിലാണ് ഈ സൗഖ്യം എന്ന് ദൈവത്തിൻ്റെ വചനം പിന്നീട് പറയുന്നുണ്ട്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു മനുഷ്യന്, രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഏത് രോഗമായിക്കൊള്ളട്ടെ, ശാരീരികമായ മാനസികമായ ഏത് രോഗമാണെങ്കിലും, ആ വ്യക്തിയുടെ മേൽ ഒരു അഭിഷിക്തൻ, ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു അഭിഷിക്തൻ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അതായത് അവന് ശാരീരികമായ രോഗത്തിൽ നിന്ന് കർത്താവിന് സൗഖ്യം നൽകുന്നു. വീണ്ടും രണ്ടാമത്തെ സൗഖ്യത്തിൻ്റെ മേഖല കർത്താവിൻ്റെ വചനം പറയുന്നു, അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു, കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നു. അവൻ്റെ മനസ്സിനേറ്റ മുറിവുകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. മൂന്നാമത് കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുന്നു. അത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അഭിഷിക്തൻ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന വിടുതൽ എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യമാണ്. ഈ സത്യം നാം തിരിച്ചറിയുന്നുവെങ്കിൽ ഈ കൂദാശ നാം ഏത് സമയത്തും സ്വീകരിക്കുവാൻ നമുക്ക് ഒരു മടിയുമുണ്ടാകില്ല. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളിത് സ്വീകരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് മാത്രമായി ഇതിനെ ചിലർ മനസ്സിൽ കാണുമ്പോൾ നാം തിരിച്ചറിയുക, ഒരു മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്ന ശുശ്രൂഷയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകം. എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ, തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷ ജീവിതത്തിൽ, പ്രത്യേകിച്ച് താമസമുള്ള ധ്യാനത്തിലെല്ലാം, ഈ രോഗികൾക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ, വലിയ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അനേകം തളർന്നു കിടക്കുന്ന രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിർജ്ജീവമായ കോശങ്ങൾ ജീവൻ പ്രാപിച്ച്, നിർജ്ജീവമായ അസ്ഥികൾ ജീവൻ പ്രാപിച്ച്, നിർജ്ജീവമായ ഞരമ്പുകൾ ജീവൻ പ്രാപിച്ച്, അവർ ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് കർത്താവിന് മഹത്വം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അനേകം മാറാരോഗങ്ങൾ, അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അനേകം രോഗികൾ, അതായത് മരണത്തിലൂടെ മാത്രമേ ഈ രോഗത്തിന് സൗഖ്യമുള്ളൂ, അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അനേകം രോഗികൾ ഇതുപോലെ ഈ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ, എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികൾക്ക് മാറാരോഗങ്ങൾ വിട്ടുമാറിപ്പോകുന്നതായിട്ട്, വർഷങ്ങളായിട്ട് 10, 20, 27 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് പിന്നീട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാതെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ജീവിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് അനേക സംഭവങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണത്തോട് മല്ലടിച്ച്, അതായത് ഏതാനും ദിവസം മാത്രമേ ജീവിച്ചിരിക്കൂ, ഏതാനും നിമിഷം മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അനേകം രോഗികൾ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ, എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലും സൗഖ്യവും അനുഭവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ ശാരീരികമായ രോഗികൾക്ക് മാത്രമല്ല, മാനസികമായ രോഗികൾക്ക്, അതായത് ജീവിതകാലം മുഴുവൻ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അനേകം രോഗികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ, സൗഖ്യം അനുഭവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ, എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നു. വീണ്ടും കർത്താവിന് എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവനോട് ക്ഷമിക്കുന്നു. അതായത് ശരീരത്തിലും മനസ്സിലും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്ന വലിയൊരു ആന്തരിക സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഈ തൈലം പൂശിയുള്ള, എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. ഇതൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട സൗഖ്യവും വിടുതലും നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്ന, ആന്തരിക സൗഖ്യം ലഭിക്കുന്ന ഈ ശുശ്രൂഷയിൽ നാം
ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വിശ്വാസത്തോടുകൂടി ഈ കൂദാശ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്, വലിയ സൗഖ്യമാണ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വലിയ സൗഖ്യം കിട്ടുന്ന ശുശ്രൂഷയാണ് ഈ രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേക ശുശ്രൂഷ. ഇത് സഭയിൽ അഭിഷിക്തന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രോഗികൾക്ക് വലിയ സൗഖ്യം വിടുതൽ നൽകാൻ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, ജീവിതത്തിൽ മനസ്സിന് സൗഖ്യം കിട്ടാതെ വേദന അനുഭവിക്കുമ്പോൾ, പാപം ചെയ്ത് പാപത്തിൻ്റെ ബന്ധനത്തിൽ, പാപത്തിൻ്റെ അടിമനുഖത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ഈ ശുശ്രൂഷ നമുക്ക് മുഖാന്തരമാണ്. രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേക ശുശ്രൂഷയിൽ അവിടെ ഒരു രോഗി തൻ്റെ സുബോധ മനസ്സിലാണെങ്കിൽ, അതായത് തനിക്ക് തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുവാനുള്ള സുബോധമുണ്ടെങ്കിൽ ആ വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ വൈദികൻ്റെ സന്നിധിയിൽ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് അതിനുശേഷമാണ് ഒരു അഭിഷിക്തൻ തൈലം പൂശി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വലിയൊരു വിടുതൽ, പാപമോചനവും മനസ്സിന് സൗഖ്യവും അത് ശരീരത്തിന് വിടുതലുമായി സൗഖ്യവുമായി തീരുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനമനുസരിച്ച് തൈലം പൂശിയുള്ള പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് വലിയ സൗഖ്യത്തിന് കാരണമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധ കൂദാശയിലൂടെ സൗഖ്യവും വിടുതലും പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ശക്തീകരിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ തൈലം പൂശിയുള്ള പ്രാർത്ഥന രോഗസൗഖ്യത്തിന് മാത്രമല്ല, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തൈലം പൂശിയുള്ള പ്രാർത്ഥന. പലപ്പോഴും ഈ തൈലം പൂശിയുള്ള പ്രാർത്ഥന അതിനെന്തുമാത്രം ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തൻ്റെ ശിഷ്യന്മാരിലൂടെ കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് തൈലം പൂശിയുള്ള പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യവും 12-13 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഒരു ശുശ്രൂഷയാണത്, തൈലം പൂശിയുള്ള പ്രാർത്ഥന. അതിൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം കർത്താവ് അതിനെങ്ങനെ പറയുന്നു: അനന്തരം അവൻ 12 അടുക്കൽ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. പിശാചിനെ പുറത്താക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ അയച്ചു. പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, പിശാചിൻ്റെ മേൽ ആധിപത്യം, അധികാരം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരെ 2 പേരായിട്ട് അയച്ചു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരം പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, പിശാചിനെ പുറത്താക്കുവാൻ, ഈ അധികാരവുമായിട്ട് പുറപ്പെട്ട ശിഷ്യന്മാർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അതിൻ്റെ 12-13 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നു. 12-ാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ വചനം പറയുന്നു: അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ 2 പേരായി തിരിച്ച് പിശാചുക്കളെ പുറത്താക്കുവാൻ അവർക്ക് അധികാരം നൽകി അവരെ പറഞ്ഞയച്ചു. ഈ ശിഷ്യന്മാർ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ചെയ്ത ശുശ്രൂഷ എന്താണ്? അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നവർ വളരെ ഭൂതങ്ങളെ പുറത്താക്കിയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അയച്ച ശിഷ്യന്മാർ ചെയ്തൊരു ശുശ്രൂഷയാണത്. അവർ തൈലം പൂശി, എണ്ണ പൂശി ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. നാം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ഈ തൈലം പൂശിയുള്ള പ്രാർത്ഥനയിൽ ഒരു അഭിഷിക്തൻ കർത്താവിൻ്റെ പൗരോഹിത്യ അധികാരത്താൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വിടുതൽ അത് രോഗസൗഖ്യം മാത്രമല്ല, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും അതിലൂടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ, ധ്യാനത്തിൽ, അവിടെ ധ്യാനം കൂടാൻ വരുന്ന എല്ലാവരുടെ മേലും തൈലം പൂശി യേശുവിൻ്റെ നാമത്തിൽ അവരുള്ള എല്ലാ പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം വ്യക്തികളിൽ പിശാച് വെളിപ്പെട്ടിട്ട് ഈ വ്യക്തിയിൽ വെളിപ്പെട്ട പിശാച് യേശുവിൻ്റെ നാമത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുകയും ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറിപ്പോയി ആ വ്യക്തിയിലുണ്ടായിരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ മൂലമുണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്ന്
പൈശാചിക പീഡയിൽ നിന്ന്, ദുരാത്മാവിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവർക്ക് വലിയൊരു വിടുതലും സൗഖ്യവും ലഭിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അനേകം വ്യക്തികളുടെ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ തിന്മയുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമനുഖത്തിൽ ആ വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് പിശാചിനെ കടന്നു വരാൻ എളുപ്പമാണ്. ഒരു വ്യക്തിയിലേക്ക് പിശാച് കടന്നു വരാൻ രണ്ട് വഴിയാണ്. ഒന്ന് പാപം, രണ്ട് വെറുപ്പ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപത്തിലൂടെ പിശാച് ആ വ്യക്തിയുടെ മേൽ ആധിപത്യം എടുക്കും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ഈ വെറുപ്പിലൂടെ പിശാച് ആ വ്യക്തിയുടെ മേൽ ആധിപത്യം എടുക്കും. ഈ രണ്ട് വഴിയിലൂടെ കടന്നു വരുന്ന തിന്മ ആ വ്യക്തിയെ ഒരുപക്ഷെ ശാരീരികമായി, മാനസികമായി പീഡിപ്പിക്കും. ഇത് നമുക്ക് വചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ യേശു ഗദരദേശത്ത് എത്തുമ്പോൾ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ കല്ലറയിൽ നിന്ന് അലറി നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ, അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ യേശുവിനോട് പറയുന്നുണ്ട്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? എന്നിട്ട് ഈ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയോട് യേശു ചോദിക്കുന്നത്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ അനേകം പേരുണ്ട്. ഒരു വ്യക്തി പറയാണ്, ഞങ്ങൾ അനേകം പേരുണ്ട്, എൻ്റെ പേര് ലഗിയോൻ എന്നാണ്. അവന് വിട്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ ഈ പിശാചുക്കൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. അപ്പോൾ ഒരു വ്യക്തിയിൽ വെളിപ്പെട്ട പിശാചാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ വ്യക്തിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാക്കിനാൽ, തൻ്റെ വചനത്താൽ പിശാചിനെ ബഹിഷ്കരിച്ചുവെങ്കിൽ ശിഷ്യന്മാർ ചെയ്ത പ്രവൃത്തി, അവർ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അവർ തൈലം പൂശി, എണ്ണ പൂശി അനേകം വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി രോഗികൾക്ക് സൗഖ്യം നൽകി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചെയ്ത പാപവും നമ്മുടെ ഹൃദയത്തിലുണ്ടായ വെറുപ്പും ഒരുപക്ഷെ നമ്മളിലേക്ക് പിശാചിന് ആധിപത്യം നൽകുന്ന ഒരു വഴിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, നാം ചെയ്ത പാപത്തിലൂടെ, വെറുപ്പിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഈ തൈലാഭിഷേക പ്രാർത്ഥന നമുക്ക് വലിയൊരു വിടുതലാണ്. പിശാചിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. യേശുവിൻ്റെ നാമത്തിൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരുടെ മേൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് അലറി നിലവിളിച്ചുകൊണ്ട് വിട്ടുമാറിപ്പോകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ പിശാചിനെ ബഹിഷ്കരിക്കുന്നതായിട്ട് കർത്താവിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട്. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഈ തൈലാഭിഷേക പ്രാർത്ഥന അത് ഏറെ അനുഗ്രഹമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നത് തൈലാഭിഷേകത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ സ്വീകരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ മുദ്രകുത്തപ്പെടുന്നത് തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയാണ്. അതുമാത്രമല്ല, പഴയ നിയമത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, പഴയ നിയമത്തിൽ രാജാക്കന്മാരെ, പ്രവാചകന്മാരെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തത് തൈലം പൂശിയാണ്, എണ്ണ പൂശിയാണ്. 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 1-6 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാഴ്ച കാണാൻ സാധിക്കും. ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുന്നത് ശമൂവേൽ പ്രവാചകനിലൂടെയാണ്. ശമൂവേൽ പ്രവാചകനോട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ശമൂവേൽ ചെയ്ത പ്രവൃത്തി എന്താണ്? അതിൽ 1-ാമത്തെ വാക്യം കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞു, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ രാജാവായിട്ടാണ് ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്തത്. എന്നാൽ രാജാവായി അഭിഷേക തൈലമൊഴിച്ച് ഈ ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇവിടെ ഇത് ശൗലിൽ വെളിപ്പെടുന്ന നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ ശമൂവേൽ പറയുകയാണ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇവിടെ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തത് രാജാവും പ്രവാചകനുമായിട്ടാണ്
ദൈവം ശൗലിനെ അഭിഷേകം ചെയ്തത്. രാജാവായി അഭിഷേകം ചെയ്ത ഈ ശൗലിൻ്റെ മേൽ അഭിഷേക തൈലം വീണപ്പോൾ അവിടെ സംഭവിച്ചെന്താ? ഈ ശൗൽ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, ആൾ മാറിയതുപോലെ, അതായത് നിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വന്നിട്ട് നീയും പ്രവാചകന്മാരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അഭിഷേക തൈലം ശൗലിന്റെ തലമേൽ വീണപ്പോൾ രാജാവായി അഭിഷേകം ചെയ്ത ഈ ശൗൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രവചിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 ശമൂവേൽ അതിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഇവിടെ ദാവീദിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യിശായിയുടെ മകനായ 8ാമത്തെ മകനായ ദാവീദ്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുന്ന അവൻ്റെ തൊഴിലായിരുന്നു. എന്നാൽ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ രാജാവായി ദൈവം തിരഞ്ഞെടുക്കാൻ വേണ്ടി യിശായിയുടെ ഭവനത്തിലേക്ക് അയച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള മക്കളെ യിശായി ശമൂവേൽ പ്രവാചകന് മുന്നിൽ എത്തിച്ചു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, ഇവനല്ല, അവസാനം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവസാനമായി ഒരുവനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുക. അവൻ വിളിക്കാൻ പറഞ്ഞു. ഇതാ ദാവീദ് ശമൂവേൽ പ്രവാചകന്റെ മുന്നിൽ എത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേൽ പ്രവാചകനോട് സംസാരിക്കുകയാണ്, ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇതാ തൻ്റെ ആരോഗ്യമുള്ള തൻ്റെ ശക്തരായ സഹോദരന്മാരുടെ മുന്നിൽ ഒരു ബാലനായ ദാവീദിനെ ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചതനുസരിച്ച്, കൽപ്പിച്ചതനുസരിച്ച് ശമൂവേൽ പ്രവാചകൻ ഇതാ തൈലക്കൊമ്പെടുത്ത് ദാവീദിൻ്റെ മേൽ അഭിഷേക തൈലമൊഴിക്കുകയാണ്. അവിടെ വചനം പറയുന്നു, അവൻ ആ സമയം രാജാവായിട്ടില്ല. എന്നാൽ സംഭവിച്ചെന്താ? യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, തൈലം പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ, അത് ആ കൂദാശയിലൂടെ നാം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടി നമ്മൾ സ്വീകരിക്കുക. പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാതെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പുറന്തള്ളുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ തിരിച്ചറിയുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകവും വിശുദ്ധീകരണവും പ്രാപിക്കാൻ ഇത് തൈലം പൂശിയുള്ള പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ അഭിഷിക്തന്മാരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാർ മുഖാന്തരം നൽകിയിരിക്കുന്ന കൽപ്പനയാണ് തൈലം പൂശിയുള്ള പ്രാർത്ഥന. നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായം 1-ാം വാക്യവും അതിൻ്റെ 7-ാം വാക്യവും പരിശോധിക്കുമ്പോൾ അവിടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അഹറോനെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് അവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അവർ എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് അതിന് 7-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, പിന്നെ അഭിഷേക തൈലമെടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനമനുസരിച്ച് മോശ ചെയ്തൊരു പ്രവൃത്തിയാണ് അഹറോനെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. എന്തിനാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അഹറോന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചത് എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്? പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മാത്രമല്ല, ഇവിടെ ഒരു വിശുദ്ധീകരണം കൂടി അഭിഷേക തൈലത്തിലൂടെ ലഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒരു വ്യക്തിയിൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുവാൻ
തൈലം പൂശിയുള്ള ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷ അനുഗ്രഹമാണ്. അതുമാത്രമല്ല, തൈലം പൂശിയുള്ള ശുശ്രൂഷ ഒരു വ്യക്തിക്ക് പൈശാചിക ബന്ധനത്തിനുള്ള വിടുതലും മാനസാന്തരവും നൽകുവാൻ അത് കാരണമായി തീരും. വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മൾ കണ്ടു, അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ അത് കാരണമായി തീരുന്നു. അതുമാത്രമല്ല, തൈലാഭിഷേകം ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നതായി കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ് തൈലം പൂശിയുള്ള അഭിഷേക ശുശ്രൂഷ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് പ്രാപിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുവാൻ കാരണമായി തീരും. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ രോഗിയായിരിക്കുമ്പോൾ മാത്രമായിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പൈശാചി ബന്ധനൊരു വിടുതൽ ആവശ്യമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണെങ്കിൽ, ഈ തൈലാഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. അതുകൊണ്ട് അനേക പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തൈലം പൂശിയുള്ള പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ഏതെല്ലാം രീതിയിൽ അനുഗ്രഹമായി തീരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വെളിപ്പെടുത്തുക. ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്കും ഈ പ്രാർത്ഥനയിലൂടെ, ഈ തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും വിശുദ്ധീകരണവും നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ബോധ്യങ്ങൾക്കായിട്ട് നന്ദി പറയാം. ഈ ബോധ്യങ്ങളനുസരിച്ച് തൈലം പൂശിയുള്ള ആ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഏതെങ്കിലും ശാരീരികമായ മാനസികമായ രോഗങ്ങളും ഏതെങ്കിലും പൈശാചികമായ പീഡകളും ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ ഒരു ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഏതെല്ലാം രീതിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ ബോധ്യമനുസരിച്ച് അഭിഷേക പ്രാർത്ഥനയിലൂടെ, തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ, തൈലം പൂശിയുള്ള എണ്ണ പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് അവിടെ ഞങ്ങൾക്ക് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഈ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ പാപ, ശാപ, രോഗബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ പിശാചിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന്, അന്ധകാര ശക്തിയുടെ കർത്തൃത്വങ്ങളിൽ നിന്ന് യേശുവിൻ്റെ രക്തമുഖാന്തരം, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യം ലഭിക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരണം. പരിശുദ്ധ അമ്മയുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധി മധ്യസ്ഥതയാൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.